അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി തആല വബറകാതുഹു. NCERT സിലബസിലെ 7ാം ക്ലാസ്സിൻ്റെ മാത്തമാറ്റിക്സ് അതിൽ 9ാമത്തെ ചാപ്റ്ററായ റാഷണൽ നമ്പേഴ്സ് എന്ന ചാപ്റ്ററിലാണ് നമ്മൾ നിലകൊള്ളുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ തുടക്കം മുതലേ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വന്നു, ചർച്ച ചെയ്തു വന്നു. നമ്മൾ ആദ്യമായിട്ട് എന്താണ് റാഷണൽ നമ്പർ എന്ന് പറഞ്ഞു. അതിനു മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതേപോലത്തെ ഓരോ ടൈപ്പ് ഓഫ് നമ്പേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ. ഹോൾ നമ്പർ, ഇൻഡിയേഴ്സ്, അതിൻ്റെയൊക്കെ ഉപകാരം എന്താണ്, റാഷണൽ നമ്പേഴ്സ് നമുക്ക് എവിടെയൊക്കെയാണ് ഉപകാരപ്പെടുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പം ഈ ഫ്രാക്ഷനിൽ മൈനസ് വരണമെങ്കിൽ റാഷണൽ നമ്പർ തന്നെ വരണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. പിന്നെ റാഷണൽ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവായിട്ട് P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സാണ്. പിന്നെ അതിൽ മുകളിൽ വരുന്നത് ന്യൂമറേറ്ററും അടിയിൽ വരുന്നത് ഡിനോമിനേറ്ററാണ് നമ്മൾ പറഞ്ഞു. ഇനി ഇക്വാലൻ്റ് റാഷണൽ നമ്പേഴ്സ് അല്ലേ, സാധാരണ നമ്മൾ ഇക്വാലൻ്റ് ഫ്രാക്ഷൻ കാണുമല്ലോ, അതേപോലെ തന്നെയാണ് ഇക്വാലൻ്റ് റാഷണൽ നമ്പേഴ്സും കാണും നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് റാഷണൽ നമ്പേഴ്സ് എപ്പോൾ പോസിറ്റീവ് ആണെന്ന് പറയും, എപ്പോൾ നെഗറ്റീവ് ആണെന്ന് പറയും എന്നൊക്കെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞു. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് റാഷണൽ നമ്പേഴ്സ് എങ്ങനെയാണ് നമ്പർ ലൈനിൽ രേഖപ്പെടുത്തുക എന്നുള്ള വിഷയം നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, സ്റ്റാൻഡേർഡ് ഫോമിലാണ് റാഷണൽ നമ്പർ, എപ്പോഴാണ് ഒരു റാഷണൽ നമ്പർ എന്ത് ചെയ്യുക സ്റ്റാൻഡേർഡ് ഫോമിലാവുക എന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്തു. ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് തരാം. അതായത് മുകളിൽ ഡിനോമിനേറ്റർ എന്ത് ചെയ്തു, ഒരു പോസിറ്റീവ് ഇൻറ്റീജറാണ്. അതേപോലെ തന്നെ ന്യൂമറേറ്ററിൻ്റെ ഡിനോമിനേറ്ററിൻ്റെ ഇടയിൽ കോമൺ ഫാക്ടർ ആയിട്ട് എന്തില്ല, ഒന്നല്ലാത്ത മറ്റു കോമൺ ഫാക്ടർ ഇല്ലെങ്കിൽ എന്താണ്, അത് സ്റ്റാൻഡേർഡ് ഫോമിലാണെന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഉദാഹരണമൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ 3/2 ഓക്കെ, -3/2 എന്നുള്ളതൊക്കെ എന്താണ്, ഡിനോമിനേറ്ററും തന്നെ പോസിറ്റീവ് ഇൻറ്റീജറാണ്. ഈ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 3ൻ്റെയും 2ൻ്റെയും ഇടയിൽ ഒന്നല്ലാത്ത മറ്റു കോമൺ ഫാക്ടർ ഇല്ലല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ അത് എന്താണ് സ്റ്റാൻഡേർഡ് ഫോമിലാണെന്നുള്ള വിഷയമൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. ഇനി സ്റ്റാൻഡേർഡ് ഫോമിൽ അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കാം, അതിൻ്റെ HCF കണ്ടെത്തിക്കാണ്ട് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കാം അല്ലേ. ഡിനോമിനേറ്റർ നെഗറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യണം, HCFൻ്റെ മൈനസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അതിനോട് ഹരിക്കേണ്ടതെന്നുള്ള വിഷയമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റാഷണൽ നമ്പേഴ്സിൻ്റെ കമ്പാരിസൺ ആണ്. ഇപ്പോൾ നിങ്ങൾ ഫ്രാക്ഷൻ നമ്പറിലും ഇൻഡിയേഴ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതായത് ഏതാണ് വലുത് ഏതാണ് ചെറുത് എന്ന് കണ്ടെത്താനുള്ളൊരു മെത്തേഡ്. ഓക്കെ, ഫ്രാക്ഷനിൽ അപ്പോൾ ഇൻഡിയേഴ്സിൽ വളരെ സിമ്പിളാണ് ഏതാണ് വലുത് ചെറുത് കണ്ടെത്താൻ അല്ലേ. 0യുടെ വലത് ഭാഗത്തേക്കുള്ളത് പോസിറ്റീവ് നമ്പർ ആയിരിക്കും. ഓക്കെ, പോസിറ്റീവ് നമ്പേഴ്സിൽ ഏറ്റവും ചെറുത് എന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ സംഖ്യ അതായിരിക്കും ഏറ്റവും ചെറുതും, വലിയ സംഖ്യ ആയിരിക്കും ഏറ്റവും വലുത് അല്ലേ. അതായത് 2 ചെറിയ സംഖ്യ, 2ഉം 5ഉം വെച്ച് നോക്കുകയാണെങ്കിൽ 2 ചെറിയ സംഖ്യയും 5 വലിയ സംഖ്യ ആയിരിക്കും പോസിറ്റീവ് ഇൻഡിയേഴ്സിൽ. പക്ഷെ നേരെ മറിച്ച് നെഗറ്റീവിലേക്ക് വരുമ്പോൾ ചെറിയ സംഖ്യ, ഫോർ എക്സാമ്പിൾ -1, -2, -3, -4, -5 അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതിൽ ചെറുത് ഫോർ എക്സാമ്പിൾ -2, -5 മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ -2 ആയിരിക്കും വലിയ സംഖ്യ. അത് സംഖ്യ ചെറുതാണെങ്കിലും അത് മൈനസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആ -2 ആണ് വലിയ സംഖ്യ, -5നേക്കാൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം ഒരു ഇൻഡിയേഴ്സ് കിട്ടിക്കുകയാണെങ്കിൽ അതിൻ്റെ കമ്പാരിസൺ നിങ്ങൾക്ക് വളരെ സിമ്പിളാണ്, ഏതാണ് വലുത് ഏതാണ് ചെറുത് നിങ്ങൾക്ക് പറയാൻ കഴിയും. ഓക്കെ, ഇനിയിപ്പോൾ നെഗറ്റീവ് ഇൻറ്റീജറും ഒരു പോസിറ്റീവ് ഇൻറ്റീജറും കിട്ടുകയാണെങ്കിൽ എന്തായാലും പോസിറ്റീവ് ഇൻറ്റീജറിനായിരിക്കും എന്ത് വലുത്. സിമ്പിളായിട്ട് നിങ്ങൾ അത്ര ആലോചിച്ചാൽ മതി. അതിനെ നമ്പർ ലൈനിൽ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. നിങ്ങൾ മനസ്സിൽ നമ്പർ ലൈൻ കാണാം, റെപ്രസെൻറ്റ് ചെയ്യുക. എന്നിട്ട് അതിൽ വലതുഭാഗത്ത് വരുന്ന സംഖ്യ, ഇപ്പോൾ 2 സംഖ്യ വന്നു, അതിൽ ഏത് സംഖ്യയാണ് വലതുഭാഗത്ത് വന്നതെന്ന് നോക്കാം. അപ്പോൾ ആ സംഖ്യ ആയിരിക്കും വലിയ സംഖ്യ. ഫോർ എക്സാമ്പിൾ -5ഉം -2 നിങ്ങളൊന്ന് നമ്പർ ലൈനിൽ സങ്കല്പിച്ച് നോക്കൂ. അപ്പം -5 കഴിഞ്ഞിട്ട് വലതുഭാഗത്തായിരിക്കും എന്ത് വരിക, -2 വരെ അല്ലേ. അപ്പം -2 ആണ് വലിയ സംഖ്യ നമുക്ക് സിമ്പിളായിട്ട് വരാൻ കഴിയും. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പം അതുപോലെ ഫ്രാക്ഷൻ നമ്പർ എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ കമ്പാരിസൺ നടത്താം. നമ്മൾ പറഞ്ഞു 2 ടൈപ്പ് ഓഫ് ഫ്രാക്ഷൻ നമ്പർ വന്നു. ഫോർ എക്സാമ്പിൾ അവിടെ ഉദാഹരണം തന്നിട്ടുണ്ട് 2/3, അതേപോലെ തന്നെ 5/7. ഇങ്ങനെ 2 ടൈപ്പ് ഓഫ് ഒരു ബന്ധമില്ലാത്ത അല്ലേ, ന്യൂമറേറ്റർ വ്യത്യസ്തം ഡിനോമിനേറ്ററും വ്യത്യസ്തമായിട്ടുള്ള 2 ടൈപ്പ് ഓഫ് 2 ഫ്രാക്ഷൻ നമ്പർ വന്നു. അതിന് നിങ്ങൾ എങ്ങനെ അതിനെ കമ്പാരിസൺ ചെയ്യും, അതിൻ്റെ ഡിനോമിനേറ്റർ നിങ്ങൾ സെയിം ആക്കും അല്ലേ. ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യും, 3നെ 7 കൊണ്ട് ഗുണിക്കും, ഇവിടെ 7നെ 3 കൊണ്ട് ഗുണിക്കും. അപ്പോൾ എന്ത് ചെയ്യും, 21 എന്നുള്ള പുതിയൊരു ഡിനോമിനേറ്റർ കിട്ടും. ഓക്കെ, ഇതിന് രണ്ടിനൊക്കെ എന്ത് ചെയ്യാൻ കഴിയും, ഇതിൻ്റെ LCM കാണാം അല്ലേ. 3നെ 7 കൊണ്ട് ഗുണിക്കുക, 7നെ 3 കൊണ്ട് ഗുണിക്കാം. 3നെ ഇവിടെ 7 ഗുണിച്ചത്, അപ്പോൾ അതിൻ്റെ ന്യൂമറേറ്ററിൻ്റെയും 7 കൊണ്ട് ഗുണിക്കാം. അപ്പോൾ ഇവിടെ 2 × 14 കിട്ടും, ഇവിടെ 3 × 21 കിട്ടും. ഇവിടെ 7 × 3, 7നെ 3 കൊണ്ട് ഗുണിക്കുക, 5നെയും 3 കൊണ്ട് ഗുണിക്കുക. 7 × 3 ഗുണിച്ചാൽ 21 കിട്ടും, 5 × 3 15 കിട്ടും. അപ്പോൾ ഇവിടെ 15/21 കിട്ടും, ഇവിടെ എത്ര കിട്ടും, 14/21 കിട്ടും. അപ്പം 14/21 ആണോ 15/21 ആണോ വലുത്, 15/21 വലുത്. ഓക്കെ, ഡിനോമിനേറ്റർ സെയിം ആയിക്കാണെങ്കിൽ ഏറ്റവും വലിയ ന്യൂമറേറ്റർ ഏതാണെന്ന് നോക്കുക, അതായിരിക്കും വലുത് അല്ലേ. അങ്ങനെ ഫ്രാക്ഷൻ നമ്പറിലും എങ്ങനെ കമ്പാരിസൺ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഏതാണ് വലുത് ഏതാണ് ചെറുതെന്ന് പറയാൻ വേണ്ടി. പക്ഷേ ഫ്രാക്ഷൻ നമ്പറിൽ മൈനസ് വരില്ല. അപ്പം മൈനസ് വന്നാൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ള വിഷയമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇനി നോക്കാൻ പോകുന്നത്. അതായത് നമ്മൾ റാഷണൽ നമ്പറിൻ്റെ കമ്പാരിസൺ, റാഷണൽ നമ്പറിൽ എന്ത് വരും, മൈനസ് വരും. മൈനസ് വന്നാൽ എന്തെങ്കിലും മാറ്റം വരുമോ? നിങ്ങൾക്കറിയാം ഇൻഡിയേഴ്സിൽ മൈനസ് വന്നപ്പോൾ മാറ്റം വന്നിരുന്നു അല്ലേ. കാരണം 2ഉം 5ഉം വെച്ച് നോക്കുമ്പോൾ 2ഉം 5ഉം പോസിറ്റീവ് ഇൻറ്റീജറാണ്. 2ഉം 5ഉം വെച്ച് നോക്കുമ്പോൾ 2 ചെറിയ സംഖ്യയും 5 വലിയ സംഖ്യയാണ് നമ്മൾ പറഞ്ഞു. പക്ഷേ നേരെ മറിച്ച് അത് മൈനസിലേക്ക് എത്തുമ്പോൾ
-2 -5 വെച്ച് നോക്കുകയാണെങ്കിൽ അല്ലേ, ശരിക്കും ചെറിയ സംഖ്യയാണ് 2, എങ്കിലും -2 -5 വെച്ച് നോക്കുമ്പോൾ -2 വലുത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ മൈനസ് ആവുകയാണെങ്കിൽ ഈ പോസിറ്റീവിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, ഇതുപോലെ തന്നെയാണ് ശരിക്കും റാഷൻ നമ്പർ കേട്ടോ. റാഷൻ നമ്പർ എന്ത് ചെയ്യും, പോസിറ്റീവിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത് വരാം, അത് നെഗറ്റീവായിട്ട് വരുമ്പോൾ വരാം. ഫോർ എക്സാമ്പിൾ നമ്മൾ 2/3 5/7 നമ്മൾ പറഞ്ഞു എന്ത് 5/7 ആണ് വലിയ സംഖ്യ നമ്മൾ പറഞ്ഞു അല്ലേ. കാരണം 5/7 നമ്മൾ എന്ത് ചെയ്യും, അത് 15/21 എഴുതാൻ പറ്റും. 2/3 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 14/21 എഴുതാൻ പറ്റും അല്ലേ. അപ്പം 15/21 വലുത് നമ്മൾ പറഞ്ഞു. ഇനി -2/3 -5/7 വെച്ചിട്ടാണെങ്കിൽ ഇതിനെ നേരെ മൈനസ് ആക്കിക്കാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ -2/3 ആയിരിക്കും എന്ത് വലിയ സംഖ്യ. ഓക്കെ, നമ്മൾ -2 ആണ് -5 വലിയ സംഖ്യ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ നെഗറ്റീവിൽ റാഷൻ നമ്പർ നെഗറ്റീവായിട്ട് വരുമ്പം അവിടെയും എന്ത് ചെയ്യണം, നമ്മളെ പോസിറ്റീവിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ഞാൻ ഉദാഹരണം വെച്ചുകൊണ്ട് പറഞ്ഞുതരാം. ഓക്കെ, വിനോ അപ്പോൾ കമ്പാരിസൺ ഓഫ് റാഷൻ നമ്പേഴ്സ്, റാഷൻ നമ്പറിൻ്റെ കമ്പാരിസൺ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഏതാണ് വലുത് ഏതാണ് ചെറുത് അങ്ങനത്തെ വിഷയങ്ങളൊക്കെ. വി നോ ഹൗ ടു കമ്പയർ 2 ഇൻഡിയേഴ്സ്, എങ്ങനെയാണ് 2 ഇൻഡിയർ തമ്മിൽ കമ്പയർ ചെയ്യാൻ നിങ്ങൾക്കറിയാം. ഓക്കെ, ഇപ്പോൾ -2 -5 5 2 ഇതൊക്കെ തന്നിക്കുകയാണെങ്കിൽ ഇത് വലിയ സംഖ്യ ഏതാണ് ചെറിയ സംഖ്യ ഏതാണെന്ന് നിങ്ങൾക്ക് എഴുതാൻ കഴിയും. ക്ലിയർ അല്ലേ, അത് ഓർഡറിലാക്കി നിങ്ങൾക്ക് എഴുതാൻ കഴിയും അല്ലേ. അതായതിപ്പം എന്ത് ആരോഹണ ക്രമം അവരോഹണ ക്രമം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, എഴുതാൻ കഴിയും. അപ്പം അതുപോലെ ഓർ 2 ഫ്രാക്ഷൻസ്, 2 ഫ്രാക്ഷൻസിനെ എങ്ങനെയാണ് കമ്പയർ ചെയ്യാൻ നിങ്ങൾക്കറിയാം. അപ്പം ഫോർ എക്സാമ്പിൾ 2/3 5/7 ഇതിലേതാണ് വലുത്, നമ്മൾ നേരത്തെ പറഞ്ഞു 5/7 ആണ് വലുത് എന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ കഴിയും. ആൻഡ് ടെൽ വിച്ച് ഈസ് സ്മോളർ ഓർ വിച്ച് ഈസ് ഗ്രേറ്റർ, ഏതാണ് വലുത് ഏതാണ് ചെറുതെന്ന് പറയാൻ കഴിയും. എമംഗ് ദം ലെറ്റ് us now see how we can compare 2 റാഷൻ നമ്പേഴ്സ്. ഇനി നമുക്ക് 2 റാഷൻ നമ്പർ തമ്മിൽ കമ്പയർ ചെയ്യാൻ നോക്കാം, അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പം 2 പോസിറ്റീവ് റാഷൻ നമ്പേഴ്സ് ലൈക്ക് 2/3 5/7. ശരിക്കും ഈ 2/3 5/7 ഫ്രാക്ഷനാണ്, അത് നമുക്ക് എന്തും വിളിക്കാം, 2 പോസിറ്റീവായിട്ടുള്ള റാഷൻ നമ്പറാണെന്ന് വിളിക്കാം അല്ലേ. ഓക്കെ, ക്യാൻ ബി കമ്പയർഡ് ആസ് സ്റ്റഡീഡ് എർലിയർ ഇൻ കേസ് ഓഫ് ഫ്രാക്ഷൻ. അപ്പോൾ ഈ 2/3 5/7 എന്നുള്ള ആ പോസിറ്റീവായിട്ടുള്ള റാഷൻ നമ്പർ, ഓക്കെ, ഇത് നമ്മൾ ഫ്രാക്ഷൻ എങ്ങനെയാണോ കമ്പയർ ചെയ്യല് അതേപോലെ കമ്പയർ ചെയ്താൽ മതി. അപ്പം ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ 5/7 ആണ് വലിയ സംഖ്യ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, കാരണം അത് 15/21 എന്നുള്ള നിലയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അതിനെ മാറ്റാൻ കഴിയും അല്ലേ. ഡിനോമിനേറ്റർ സെയിം ആക്കാം, അപ്പോൾ ഡിനോമിനേറ്റർ 21 കിട്ടും. പിന്നെ ഡിനോമിനേറ്റർ സെയിം ആക്കുക, ഇവിടെ 7 ഗുണിക്കും ഇവിടെ 3 ഗുണിക്കും, ഇവിടെ 7 ഗുണിക്കും ഇവിടെ 3 ഗുണിക്കും അല്ലേ. മറന്നിട്ടില്ലല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞാണ്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, മാരി എന്ത് ചെയ്യാണ് -1/2നെയും -1/5നെയും എന്ത് ചെയ്യാണ് കമ്പയർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നോക്കാം, അപ്പോൾ ഏതാണ് വലുത് ചെറുതെന്നൊക്കെ നോക്കാം. മാരി കമ്പയർ 2 നെഗറ്റീവ് റാഷൻ നമ്പേഴ്സ്, 2 നെഗറ്റീവ് റാഷൻ നമ്പേഴ്സ് എന്ത് ചെയ്യാണ് കമ്പയർ ചെയ്യാണ്. -1/2 അതേപോലെ തന്നെ -1/5 യൂസിങ് നമ്പർ ലൈൻ ഉപയോഗിച്ചുകൊണ്ട് അവൾ എന്ത് ചെയ്യാണ് ഇതിനെ കമ്പയർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഷീ ന്യൂ ദാറ്റ് ദ ഇൻഡിയർ വിച്ച് വാസ് ഓൺ ദി റൈറ്റ് സൈഡ് ഓഫ് ദി അതർ ഇൻഡിജർ വാസ് ദ ഗ്രേറ്റർ ഇൻഡിജർ. അപ്പോൾ അവൾക്കൊരു കാര്യം അറിയാം, അതായത് നമ്മൾ ഇൻഡിയേഴ്സിൻ്റെ കേസിലൊക്കെ നോക്കുകയാണെങ്കിൽ അല്ലേ, ഏറ്റവും വലത് ഭാഗത്ത് ഏതാണോ അതാണ് വലിയ സംഖ്യ, ഏറ്റവും ഇടത് ഭാഗത്ത് ഏത് സംഖ്യയാണോ അതാണ് ചെറിയ സംഖ്യ. ഫോർ എക്സാമ്പിൾ -5ഉം -2ൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ -2 ശരിക്കും എന്താണ് -5ൻ്റെ വലത് ഭാഗത്താണ് കിടക്കുന്നത്, അതുകൊണ്ട് -2 എന്താണ് വലിയ സംഖ്യയാണ്. ഇനി നമ്മൾ പോസിറ്റീവ് ഇൻഡിയർ എടുക്കുകയാണെങ്കിൽ 2ൻ്റെ വലത് ഭാഗത്താണ് 5 എടുക്കുന്നത്, അല്ലെങ്കിൽ 3ൻ്റെ വലത് ഭാഗത്താണ് 6 എടുക്കുന്നത്. അപ്പം ഏറ്റവും വലത് ഭാഗത്ത് എടുക്കുന്ന 6 വലിയ സംഖ്യ നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇന്നലെ നിങ്ങൾ എന്ത് പഠിച്ചിട്ടുണ്ട്, ഏതൊരു റാഷൻ നമ്പർ കിട്ടിയിട്ടാണെങ്കിലും അതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമ്പർ ലൈനിൽ രേഖപ്പെടുത്താൻ കഴിയും അല്ലേ. അപ്പോൾ ഇവൾ പഠിച്ചതനുസരിച്ച് ഇവൾക്ക് നമ്പർ ലൈനിൽ രേഖപ്പെടുത്താൻ കഴിയും. അപ്പോൾ ഇവൾ എന്ത് ചെയ്യാണ് -1/2നെയും -1/5നെയും നമ്പർ ലൈനിൽ രേഖപ്പെടുത്തിക്കാണ്ട് ഏറ്റവും വലത് ഭാഗത്തുള്ള സംഖ്യ ഏതാ നോക്കും. അപ്പോൾ അതാണ് വലിയ സംഖ്യ എന്ന് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അവൾ ചെയ്യാൻ ശ്രമിക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കാം, അപ്പം ഇൻഡിയറിൻ്റെ കേസിൽ എങ്ങനെയാണ് ഏറ്റവും വലത് ഭാഗത്തുള്ളതാണ് വലിയ സംഖ്യ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ 5 ഈസ് ടു ദി റൈറ്റ് ഓഫ് 2 അല്ലേ. 5 എന്നുള്ള സംഖ്യ, അതായത് +5 എന്നുള്ളത് 2ൻ്റെ വലത് ഭാഗത്താണ് കിടക്കുന്നത് ഓൺ ദ നമ്പർ ലൈനിൽ അല്ലേ. അപ്പോൾ 5 വലത് ഭാഗത്തും 2 ഇടത് ഭാഗത്തുമാണ് ഉള്ളത്, അതുകൊണ്ട് തന്നെ 5 ഈസ് ഗ്രേറ്റർ ദാൻ 2 അല്ലേ. 5 എന്താണ് 2നേക്കാൾ വലുതാണ്. ഇനി അതുപോലെ തന്നെ -2 ഈസ് ഓൺ ദി റൈറ്റ് ഓഫ് -5, -5ൻ്റെ വലത് ഭാഗത്താണ് -2 കിടക്കുന്നത്, അതുകൊണ്ട് ഓൺ നമ്പർ ലൈനിൽ അല്ലേ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ കഴിയും, ആൻഡ് -2 ഈസ് ഗ്രേറ്റർ ദാൻ -5, -5നേക്കാളും വലുതാണ് -2 എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ അവിടെ എന്ത് ചെയ്യാണ്, ഇന്നലെ നമ്മൾ പഠിച്ചത് പ്രകാരം റാഷൻ നമ്പറിൽ നിന്ന് എന്ത് ചെയ്യണം, നമ്പർ ലൈനിൽ എഴുതിക്കാണ്ട് ഏറ്റവും വലത് ഭാഗത്തുള്ള സംഖ്യ ഏതാണോ അതാണ് വലിയ സംഖ്യ എന്ന് പറയാൻ പോവുകയാണ്. നോക്കാം, ഷീ യൂസ്ഡ് ദിസ് മെത്തേഡ് ഫോർ റാഷൻ നമ്പേഴ്സ് ആൾസോ. അവൾ ഇതേ മെത്തേഡ് തന്നെ എന്ത് ചെയ്തത് റാഷൻ നമ്പേഴ്സിന് യൂസ് ചെയ്തത്, എന്ന് വെച്ചാൽ അതിന് നേരെ നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യുക, എന്നിട്ട് ഏറ്റവും വലത് ഭാഗത്തുള്ളതാണ് വലിയ സംഖ്യ എന്ന് പറയാൻ പോവുകയാണ് അവൾ.
ഓക്കെ. അപ്പോൾ ഷീ ന്യൂ ഹൗ ടു മാർക്ക് റാഷണൽ നമ്പേഴ്സ് ഓൺ ദി നമ്പർ ലൈൻ. അപ്പോൾ അവൾ ശരിക്കും ആ പാഠം പഠിച്ചിട്ടുണ്ട്. റാഷണൽ നമ്പർ എങ്ങനെ നമ്പർ ലൈനിൽ രേഖപ്പെടുത്തുക എന്നുള്ളത് അവൾ ശരിക്കും പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൾ അങ്ങനെ എന്ത് ചെയ്യാണ്, മാർക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. ഷീ മാർക്കഡ് -1/2 ആൻഡ് -1/5 ആസ് ഫോളോസ്. അപ്പോൾ കണ്ടില്ലേ, ഒരു നമ്പർ ലൈനിൽ അവൾ വരച്ചിട്ടുണ്ട്. അതിൽ -1/2 -1/5 അവൾ എന്ത് ചെയ്യാണ്, നേരെ നമ്പർ ലൈനിൽ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഇവിടെ കാണാൻ കഴിയും -1/2 എന്ന് പറയുന്നതും -5/10 എന്ന് പറയുന്നതും സെയിം ആണ്. -1/5 പറയുന്നതും -2/10 എന്ന് പറയുന്നതും സെയിം ആണ്. ഓക്കെ. അപ്പം ചുരുക്കി പറഞ്ഞാൽ എന്ത് ചെയ്തു, അവൾ ഡിനോമിനേറ്റർ രണ്ടും 10 മാറ്റി, രണ്ടിനെയും ഡിനോമിനേറ്റർ സെയിം ആക്കി മാറ്റി. ഓക്കെ. അതിനെന്ത് ചെയ്തു, 2ൻ്റെയും 5ൻ്റെയും LCM കണ്ടാൽ മതി. അപ്പം 2നെ 5 കൊണ്ട് ഗുണിച്ചു, ഓക്കെ, 2നെ 5 കൊണ്ട് ഗുണിച്ചു അപ്പം ഡിനോമിനേറ്റർ സംഖ്യയോട് ഗുണിച്ചാൽ ന്യൂമറേറ്ററിന് അതേ സംഖ്യയോട് ഗുണിക്കണം അല്ലേ. 2നെ 5 കൊണ്ട് ഗുണിച്ചു, അപ്പോൾ 10 എന്ന് കിട്ടി. -1നെ എന്ത് ചെയ്തു, 5 കൊണ്ട് ഗുണിച്ചു, അപ്പം -5 എന്ന് കിട്ടി. അപ്പം -1/2 എന്നുള്ളത് -5/10 എന്നുള്ള ഒരു ഇക്വലൻ്റ് റാഷണൽ നമ്പർ അവൾക്ക് കിട്ടി. ഓക്കെ. അതേപോലെ തന്നെ -1/5 അവൾ എന്ത് ചെയ്യാണ്, ഇക്വലൻ്റ് റാഷണൽ നമ്പർ അതിനെ കണ്ടെത്താൻ പോവാണ്. ഇതെന്തിനാണ് കണ്ടെത്തുന്നത്, 2നെ ഡിനോമിനേറ്റർ സെയിം ആക്കാനാണ്. 2നെ ഡിനോമിനേറ്റർ സെയിം ആക്കിയാൽ അവൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, സിമ്പിളായിട്ട് നമ്പർ ലൈനിൽ രേഖപ്പെടുത്താൻ കഴിയും. ഓക്കെ. അപ്പോൾ 5, അപ്പോൾ ഇവിടെ 10 ഇതിൻ്റെ LCM എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ 5നെ എന്തുകൊണ്ട് ഗുണിക്കേണ്ടി വരും, ഇനി 10 ആണെങ്കിൽ 2 കൊണ്ട് അല്ലേ. അതേ സംഖ്യ തന്നെ -1നെയും ഗുണിക്കാം. അപ്പോൾ 5 × 2 10, -1 × 2 പറയുമ്പോൾ -2. അപ്പം -2/10 എന്നും കിട്ടി, -5/10 എന്നും കിട്ടി. ഓക്കെ. അപ്പം അപ്പോൾ ഇതെന്ത് ചെയ്തു, അപ്പോൾ 2 ഡിനോമിനേറ്റർ 10 ആണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്തു, ഡിനോമിനേറ്റർ സെയിം ആണ്, ന്യൂമറേറ്റർ എന്താണ്, ഇതിനേക്കാളും ചെറുതാണ് അല്ലേ. ഈ ഡിനോമിനേറ്ററേക്കാളും ചെറുതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ 0ൻ്റെയും 1ൻ്റെയും -1ൻ്റെയും ഇടയിൽ രേഖപ്പെടുത്തിയാൽ മതി. ഇവിടെ മൈനസ് ആണല്ലോ അല്ലേ. അപ്പോൾ 0ൻ്റെയും -1ൻ്റെയും ഇടയിൽ രേഖപ്പെടുത്താം. അപ്പോൾ എന്ത് ചെയ്യുക, ഈ 0ൻ്റെയും -1ൻ്റെയും ഇടയിൽ 10 ഭാഗമാക്കുക. അതിൽ ഓരോ ഭാഗം, ഇത് -1/10 ആയിരിക്കും, ഇത് -2/10 ആയിരിക്കും, 3/10 ആയിരിക്കും, -4/10, -5/10 അങ്ങനെ ആവും. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്പർ ലൈൻ്റെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. ഐ മീൻ നമ്പർ ലൈൻ്റെ ആ ഭാഗം പഠിച്ചുകൊണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, കഴിഞ്ഞ ക്ലാസ്സിന് തന്നെ. ഓക്കെ. അപ്പോൾ അങ്ങനെ ഇവിടെ എന്ത് ചെയ്തു, -2/10 ഇവിടെയാണ് വരിക എന്ന് മനസ്സിലാക്കി, -5/10 ഇവിടെയാണ് വരിക എന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇതിൽ ഏറ്റവും വലതു ഭാഗത്ത് ഏതാ വന്നത്, -2/10 അല്ലേ. ഈ -2/10 എന്ന് പറഞ്ഞാൽ തന്നെയാണ് -1/5 അല്ലേ. അപ്പം ഇവൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായി, -1/2നേക്കാളും വലിയ സംഖ്യയാണ് -1/5. അപ്പം ഇവിടെ -1/5 ആണ് വലിയ സംഖ്യ എന്ന് അവൾക്ക് പിടുത്തം കിട്ടി. ഓക്കെ. ഇനി ഇതല്ലാത്ത വേറെ ഏതെങ്കിലും മാർഗ്ഗങ്ങളുണ്ടോ, ഇങ്ങനെ തന്നെ കണ്ടെത്തണം എന്നുള്ള വിഷയമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചർച്ച ചെയ്യാൻ പോകുന്നത്. ഹാസ് ഷീ കറക്റ്റ്ലി മാർക്ക് ദ 2 പോയിൻറ്റ്സ്. അവൾ ചെയ്ത് 2 മാർക്കും കറക്റ്റ് തന്നെയല്ലേ, എങ്ങനെ തന്നെയല്ലേ ചെയ്യേണ്ടത്. ഹൗ ആൻഡ് വൈ ഡിഡ് ഷീ കൺവേർട്ട് -1/2 ടു -5/10. അവൾ എന്തുകൊണ്ടാണ് ഇവിടെ -1/2നെ -5/10 കൺവേർട്ട് ചെയ്യാനുള്ള കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡിനോമിനേറ്റർ സെയിം ആക്കിയാൽ നമുക്ക് ഇവിടെ നമ്പർ ലൈനിൽ എഴുതാൻ വളരെ ഈസി ആയിരിക്കും അല്ലേ. ഡിനോമിനേറ്റർ സെയിം ആക്കിയാൽ ഇതെന്തായിരിക്കും, ഇത് -10/10 ആയിരിക്കും, ഇത് -9/10 ആയിരിക്കും. അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ കഴിയും, രേഖപ്പെടുത്താൻ കഴിയും. ഡിനോമിനേറ്റർ സെയിം ആയാൽ അതിൽ 2ൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആയാൽ ഇതിൽ ഏതാണ് വലിയ സംഖ്യ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പിടുത്തം കിട്ടും ചെയ്യും അല്ലേ. ഓക്കെ. അതുപോലെ തന്നെ ആൻഡ് -1/5 ടു -2/10 അവൾ എന്ത് ചെയ്തു, കൺവേർട്ട് ചെയ്തു. എന്തുകൊണ്ടാണ് കൺവേർട്ട് ചെയ്തത്, ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടിയിട്ടോ. 2ൻ്റെയും ഡിനോമിനേറ്റർ 10 ആയി. ഓക്കെ. ഷീ ഫൗണ്ട് ദാറ്റ് -1/5 ഈസ് ടു ദി റൈറ്റ് ഓഫ് -1/2. -1/2ൻ്റെ വലതു ഭാഗത്താണ് -1/5 ഉള്ളതെന്ന് അവൾ മനസ്സിലാക്കി. ദസ് അതുകൊണ്ട് തന്നെ -1/5 ഈസ് ഗ്രേറ്റർ ദാൻ -1/2. -1/2നേക്കാളും വലിയ സംഖ്യയാണ് -1/5 എന്ന് അവൾ എന്ത് ചെയ്തു, മനസ്സിലാക്കി. നമുക്ക് ഇത് -1/5 ആണ് -1/2നേക്കാളും വലിയ സംഖ്യ എന്ന് പറയാം, -1/2 ആണ് -1/5നേക്കാളും ചെറിയ സംഖ്യ എന്ന് പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പ്രശ്നമില്ലല്ലോ. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, -1/2 ഈസ് ലെസ് ദാൻ -1/5. -1/2 എന്നുള്ളത് -1/5നേക്കാളും ചെറിയൊരു സംഖ്യയാണ് നമുക്ക് പറയാൻ കഴിയും അല്ലേ, കാരണം അത് അടുത്ത ഭാഗത്താണുള്ളത്. ഇനി നമ്മളോട് ചോദിക്കുകയാണ്, ക്യാൻ യു കമ്പയർ -3/4 ആൻഡ് -2/3. ഇതൊക്കെ നിങ്ങൾ എഴുതി വരേണ്ടതാണ് കേട്ടോ. -3/4ഉം -2/3 എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലെ ഇപ്പം നമ്മളിപ്പോൾ ഈ -1/2ഉം -1/5ൻ്റെ കേസിൽ ചെയ്ത് അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്ത് കണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, എഴുതി വരാം. എന്നിട്ട് ഏതാണ് വലിയ സംഖ്യ എന്ന് കമ്പയർ ചെയ്ത് വരിക കേട്ടോ. ഏതാണ് വലിയ സംഖ്യ എന്ന് മനസ്സിലാക്കി വരാം. അതേപോലെ തന്നെ -1/3ഉം -1/5ഉം ശ്രദ്ധിക്കണം, നമ്പർ ലൈനിൽ മസ്റ്റാണ്. ഓക്കെ, എഴുതി വരണം. ഞാൻ പറഞ്ഞ മെത്തേഡ് ഓർമ്മയുണ്ടല്ലോ, 2ൻ്റെയും LCM കാണാം, 4ൻ്റെയും 3ൻ്റെയും LCM കാണാം, അതേപോലെ തന്നെ 3ൻ്റെയും 5ൻ്റെയും LCM കാണാം. ഇവിടെ ഏത് സംഖ്യ കൊണ്ടാണോ ഗുണിച്ചത് ആ സംഖ്യ തന്നെ ന്യൂമറേറ്ററിലും ഗുണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, പുതിയ ഒരു ഡിനോമിനേറ്ററും പുതിയൊരു ന്യൂമറേറ്ററും കിട്ടും 2നും. ഓക്കെ. അപ്പോൾ 2ൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് തന്നെ ഏതാണ് വലുതെന്നും ഏതാണ് ചെറുതെന്നും സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അത് നിങ്ങൾക്ക് സിമ്പിളായി നമ്പർ ലൈനിൽ രേഖപ്പെടുത്താൻ കഴിയും. അങ്ങനെ നമ്പർ ലൈനിൽ രേഖപ്പെടുത്തിയാൽ ഏറ്റവും വലുത് ഭാഗത്തുള്ള സംഖ്യ ആയിരിക്കും എന്ത്,
വലിയ സംഖ്യ എന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ മൈനസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ സീറോയുടെ അടിയിലേക്കായിരിക്കും, സീറോൻ്റെയും -1ൻ്റെയും ഇടയിലായിരിക്കും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിനെ രേഖപ്പെടുത്തേണ്ടത്. ഓക്കെ, അപ്പം ഇതെന്തുണ്ടാവും, 12 ഭാഗം ഉണ്ടാവും. സീറോനെയും -1നെയും 12 ഭാഗമാക്കുക, ഇതിനെ സീറോനെയും -1നെയും എന്ത് ചെയ്യുക 15 ഭാഗമാക്കുക. കാരണം ഇതിൻ്റെ LCM 15ഉം ഇതിൻ്റെ LCM 12ഉമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്തു വരും കേട്ടോ, മറക്കരുത്, അത് എന്തായാലും ചെയ്തു വരണം. ഇനി വി നോ ഫ്രം അവർ സ്റ്റഡി ഓഫ് ഫ്രാക്ഷൻസ് ദാറ്റ് 1/5 ഈസ് ലെസ് ദാൻ 1/2. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, 1/5ഉം 1/2ഉം നിങ്ങൾ ഫ്രാക്ഷൻ, സാധാ ഫ്രാക്ഷൻ അല്ലേ, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള റാഷണൽ നമ്പേഴ്സ്, അതിനെങ്ങനെ കമ്പയർ ചെയ്യാമെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അതായത് ഇതിൻ്റെ രണ്ടിൻ്റെയും LCM കാണാം, 5ൻ്റെയും 2ൻ്റെയും LCM കണ്ടാൽ 10 എന്ന് കിട്ടും. അപ്പം 5 × 2 10, 1 × 2 2 അല്ലേ, അപ്പോൾ 2/10 എന്ന് കിട്ടും. അതേപോലെ തന്നെ ഇവിടെ 2 × 5, ഓക്കെ, അപ്പോൾ 10 എന്ന് കിട്ടും. പിന്നെ അതേപോലെ തന്നെ 1 × 5 വരുമ്പം 5. അപ്പം ഇതെന്ത് ചെയ്തു, 5/10 ആണ്, ഇതെന്താണ് 2/10 ആണ് അല്ലേ. അപ്പോൾ ഇതിൽ വലിയ സംഖ്യ എന്തായാലും 5/10 ആണ്. കാരണം ഡിനോമിനേറ്റർ സെയിം ആണ്, പോസിറ്റീവായിട്ടുള്ള റാഷണൽ നമ്പേഴ്സിൽ ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പം ഏറ്റവും വലിയ ന്യൂമറേറ്റർ ഏതാണോ അതായിരിക്കും വലിയ സംഖ്യ അല്ലേ. ഇത് 2/10 ആണ്, ഇത് എത്രയാണ് 5/10 ആണ്. അപ്പോൾ 5/10 ആയിരിക്കും വലിയ സംഖ്യ. അപ്പം ഫ്രാക്ഷൻ്റെ കമ്പാരിസൺ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, എന്ത് -1/5 ഈസ് ലെസ് ദാൻ -1/2 അല്ലേ. അപ്പം 1/5 ഈസ് ലെസ് ദാൻ 1/2, 1/2നേക്കാളും ചെറിയ സംഖ്യയാണ് 1/5 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ പക്ഷേ നിങ്ങൾ ഇവിടെ വന്ന് നോക്കിയപ്പോഴേ ഇവിടെ ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, മാരി -1/2നും -1/5നും എന്ത് ചെയ്തു കമ്പയർ ചെയ്യാൻ ശ്രമിച്ചു അല്ലേ. പക്ഷേ അവിടെ നിങ്ങൾക്ക് ഇതിന് നേരെ ഓപ്പോസിറ്റാണ് കിട്ടിയത്, മൈനസ് വന്നപ്പം. -1/2 -1/5ൻ്റെ കേസ് നിങ്ങൾക്ക് എന്താ കിട്ടിയത്, -1/2 ചെറിയ സംഖ്യയാണെന്നാണ് കിട്ടിയത് അല്ലേ, -1/5 വലിയ സംഖ്യയാണെന്ന് കിട്ടി. ഇവിടെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഇന്ത്യൻസിൻ്റെ കേസിൽ പറയുന്നത് പോലെ തന്നെ അല്ലേ. കാരണം 5 ഈസ് ഗ്രേറ്റർ ദാൻ 2, 2നേക്കാൾ വലിയ സംഖ്യയാണ് 5. പക്ഷേ നേരെ മറിച്ച് നമ്മൾ മൈനസിലേക്ക് വരുമ്പോൾ അല്ലേ, നെഗറ്റീവ് ഇൻഡിയേഴ്സിൽ വരുമ്പോൾ -5 ഈസ് ലെസ് ദാൻ -2, -2നേക്കാളും ചെറിയ സംഖ്യയാണ് -5 എന്നാണ് നിങ്ങൾക്ക് കിട്ടുക. അല്ലെങ്കിൽ -2 ഈസ് ഗ്രേറ്റർ ദാൻ -5 എന്നാണ് കിട്ടുക. അതേപോലെ തന്നെ അല്ലേ, അവിടെയുള്ള അതേപോലെ തന്നെ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ വരിക. പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നെഗറ്റീവ് റാഷണൽ നമ്പേഴ്സിൽ വരിക എന്ന് ചുരുക്കം. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ നോക്കാം, വാസ് ഇറ്റ് നോട്ട് എക്സാക്ട്ലി ദ ഓപ്പോസിറ്റ്. ശരിക്കും ഇവിടെ നിങ്ങൾക്ക് കിട്ടിയ എന്താണ്, നേരെ ഓപ്പോസിറ്റ് അല്ലേ അല്ലേ. ഇവിടെ എന്ത് ചെയ്തു, ഇതാണ് വലിയ സംഖ്യ എന്ന് കിട്ടി, പക്ഷേ ഇവിടെ എത്തുമ്പോൾ ഇതാണ് ചെറിയ സംഖ്യ എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ വലിയ സംഖ്യ ഉള്ളത് ഇവിടെ എത്തുമ്പോൾ മൈനസിലേക്ക് എത്തുമ്പോൾ ചെറിയ സംഖ്യയായി മാറാണ്. ഇവിടെ ചെറിയ സംഖ്യ ഉള്ളത് മൈനസിലേക്ക് എത്തുമ്പോൾ അത് വലിയ സംഖ്യയായിട്ട് മാറാണ് അല്ലേ. -1/5 ആണ് വലിയ സംഖ്യ നമ്മൾ പറഞ്ഞല്ലോ. ഓക്കെ, അപ്പം യു വിൽ ഫൈൻഡ് ദാറ്റ് -1/2 ഈസ് ഗ്രേറ്റർ ദാൻ 1/5, ബട്ട് -1/2 ഈസ് ലെസ് ദാൻ -1/5 എന്നായിരിക്കും കിട്ടുക. അതായത് അവിടെ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ കിട്ടുക എന്നർത്ഥം. ഇനി നിങ്ങളിപ്പോൾ എന്ത് ചെയ്തു, -3/4ഉം -2/3 ഒക്കെ നിങ്ങളോട് ഞാൻ നാളെ എഴുതി വരാൻ പറഞ്ഞിട്ടുണ്ട്, ഏതാണ് വലുത് ഏതായാലും ചെറുതെന്ന്. ഇത് നിങ്ങൾ ഇതിൻ്റെ കേസ് നിങ്ങൾ നെഗറ്റീവ്, അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് നെഗറ്റീവായിട്ടും കണ്ടെത്തണം പോസിറ്റീവായിട്ടും കണ്ടെത്തണം. എന്ന് വെച്ചാൽ ഈ മൈനസ് ഒഴിവാക്കിയിട്ട് 3/4ഉം 2/3ഉം അതിലേതാണ് വലിയ സംഖ്യ നിങ്ങൾ എന്ത് ചെയ്യുക കണ്ടെത്താം, നമ്പറിൽ രേഖപ്പെടുത്തണമെന്നില്ല. അതേപോലെ തന്നെ 1/3ഉം 1/5ഉം എന്ത് ചെയ്യുക നിങ്ങൾ കണ്ടെത്താൻ നമ്പറിൽ രേഖപ്പെടുത്തണമെന്നില്ല. ഓക്കെ, എന്നിട്ട് ഏതാണ് വലിയ സംഖ്യ നോക്കി, ഇവിടെ കിട്ടിയതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, മൈനസിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സിൽ കിട്ടുക. ഓക്കെ, അപ്പം മാരി ഇങ്ങനെ ഒരു കാര്യം ഓർക്കുകയാണ്, എന്ത് നമ്മുടെ ഇന്ത്യൻസിൻ്റെ കേസിൽ അല്ലേ. മാരി റിമെമ്പേർഡ് ദാറ്റ് ഇൻ ഇന്ത്യസ് ഷീ ഹാഡ് സ്റ്റഡീഡ് 4 ഈസ് ഗ്രേറ്റർ ദാൻ 3, 4ആണ് 3നേക്കാളും വലിയ സംഖ്യ എന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷേ -4 ഈസ് ലെസ് ദാൻ -3, -4 -3നേക്കാളും ചെറിയ സംഖ്യയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 5 ഈസ് ഗ്രേറ്റർ ദാൻ 2, 2നേക്കാൾ വലിയ സംഖ്യയാണ് 5 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ -5 ഈസ് ലെസ് ദാൻ -2, -5 ആണ് -2ലേക്കാളും ചെറിയ സംഖ്യ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യസിൽ പോസിറ്റീവ് ഇന്ത്യസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ നെഗറ്റീവ് ഇന്ത്യസ് വരാം അല്ലേ. അതായത് 5ഉം 2 വെച്ച് നോക്കുമ്പോൾ 5ആണ് വലുത്, പക്ഷേ -2ഉം -5ഉം വെച്ച് നോക്കുമ്പോൾ -2ആണ് വലുത്. ഓക്കെ, അതേ ഒരു മാറ്റം എവിടെയും സംഭവിക്കുന്നുണ്ട്, നമ്മുടെ റാഷണൽ നമ്പേഴ്സിൻ്റെ നെഗറ്റീവിലും സംഭവിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. സംഭവം മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ ഏതായാലും ആ കാര്യം ഇതൊന്ന് ശ്രദ്ധിക്കാം, ഇതൊരു ലോ ആക്കി മനസ്സിലാക്കുക. ദ കേസ് ഓഫ് പെയർ ഓഫ് നെഗറ്റീവ് റാഷണൽ നമ്പേഴ്സ് ഈസ് സിമിലർ. അതായത് ഇന്ത്യൻസിൻ്റെ കേസ് പറഞ്ഞാൽ അതേപോലെ തന്നെയാണ് എന്ത് നമ്മുടെ ഈ നെഗറ്റീവ് റാഷണൽ നമ്പേഴ്സിൻ്റെ കേസും. ഓക്കെ, അതായത് അവിടെ പോസിറ്റീവ് ഉള്ളതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നെഗറ്റീവ് വരികയെന്ന് ചുരുക്കം. ടു കമ്പയർ 2 നെഗറ്റീവ് റാഷണൽ നമ്പേഴ്സ്, ഇനി 2 നെഗറ്റീവ് റാഷണൽ നമ്പേഴ്സ് കമ്പയർ ചെയ്യാൻ വി കമ്പയർ ദം, അവയെ നമ്മൾ കമ്പയർ ചെയ്യുന്നു ഇഗ്നോറിങ് ദർ നെഗറ്റീവ് സൈൻ. അതിൻ്റെ നെഗറ്റീവ് സൈൻ ഒഴിവാക്കിക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ കമ്പയർ ചെയ്യുന്നു അല്ലേ. ഇവിടെ ഇപ്പം എന്ത് ചെയ്തു, ഇതിൻ്റെ നെഗറ്റീവ് സൈൻ ഒഴിവാക്കുക,
നെഗറ്റീവ് സൈൻ കൊണ്ട് ഒഴിവാക്കിയാണ് നമ്മൾ എന്ത് ചെയ്യുക, നേരെ കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്തിട്ട് നമുക്ക് എന്ത് ഇട്ടാൽ മതി, സിമ്പിളായിട്ട് നേരെ ഓപ്പോസിറ്റ് ഇട്ടാൽ മതി. ആൻഡ് ദെൻ റിവേഴ്സ് ദ ഓർഡർ, ആ ഓർഡർ നേരെ റിവേഴ്സ് ചെയ്യാം. ഓക്കെ, പറഞ്ഞാൽ മനസ്സിലായോ? എന്ന് വെച്ചാൽ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് എന്ത്, 1/2 അതേപോലെ തന്നെ 1/5. ഇതിൽ 1/2 ആണ് വലിയ സംഖ്യ അല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, രണ്ട് നെഗറ്റീവായിട്ടുള്ള റാഷണൽ നമ്പർ തന്നു. ഫോർ എക്സാമ്പിൾ -1/2 -1/5 തന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, തൽക്കാലം ഇത് മൈനസ് എല്ലാം സങ്കല്പിക്കാം. എന്നിട്ട് 1/2 1/5 മാത്രങ്ങൾ മനസ്സിൽ കാണുക. എന്നിട്ട് 1/2 1/5 നിങ്ങൾ എന്ത് ചെയ്യുക, സാധാരണ നിങ്ങൾ ഫ്രാക്ഷൻ കമ്പയർ ചെയ്ത് അതേപോലെ കമ്പയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, 1/2 ആണ് വലിയ സംഖ്യ എന്നും 1/5 ആണ് ചെറിയ സംഖ്യ എന്നും നിങ്ങൾക്ക് കിട്ടും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, അതിന് നേരെ ഓപ്പോസിറ്റ് എന്ത് ചെയ്യുക, അതിന് നേരെ ആ ഓർഡർ ഉണ്ടല്ലോ, അതിന് നേരെ റിവേഴ്സ് ഓർഡർ എന്തായിരിക്കും, നേരെ റിവേഴ്സ് ഓർഡർ എന്തായിരിക്കും, 1/2. അതായത് 1/2 ചെറിയ സംഖ്യ, 1/5 വലിയ സംഖ്യ എന്നായിരിക്കും അല്ലേ. അത് മൈനസിൻ്റെ കേസിൽ വെച്ചെടുക്കുക. അതായത് -1/2 എന്നുള്ള ചെറിയ സംഖ്യയും -1/5 എന്നുള്ള വലിയ സംഖ്യയും ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. നെഗറ്റീവ് ഇൻഡിയേഴ്സ്, നെഗറ്റീവ് റാഷണൽ നമ്പേഴ്സ്, അതിനെ നിങ്ങൾ കമ്പാരിസൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളത് പോസിറ്റീവായിട്ട് മനസ്സിൽ കാണുക. എന്നിട്ട് പോസിറ്റീവായിട്ട് അതിൽ ഏതാണ് വലിയ സംഖ്യ ഏതാണ് ചെറിയ സംഖ്യ നോക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് നെഗറ്റീവിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ വലിയ സംഖ്യ ആയത് ഇവിടെ ചെറിയ സംഖ്യ ആക്കുക, അവിടെ ചെറിയ സംഖ്യ ആയത് ഇവിടെ വലിയ സംഖ്യ ആക്കുക എന്ന് ചുരുക്കം. അതാണ് ഇവിടെ ദെൻ റിവേഴ്സ് ദ ഓർഡർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉദ്ദേശം. ഓക്കെ, ആ ഓർഡർ നേരെ റിവേഴ്സ് ചെയ്യാന്നർത്ഥം, വലുത് ചെറുതാക്കുക ചെറുത് വലുതാക്കുക എന്നർത്ഥം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, അപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. ടു കമ്പയർ -7/5 ആൻഡ് -5/3 അത് നമ്മൾ എന്ത് ചെയ്യണം, കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വി ഫസ്റ്റ് കമ്പയർ 7/5 5/3 അത് മാത്രം കമ്പയർ ചെയ്യാം. മൈനസ് എന്നുള്ള സംഭവം അവിടെ മറക്കുക. ഓക്കെ, കാരണം നിങ്ങൾക്ക് ഇത് കമ്പയർ ചെയ്യാൻ ഭയങ്കര സുഖമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഇതിൻ്റെ രണ്ടിൻ്റെയും LCM കാണും അല്ലേ, 5ൻ്റെയും 3ൻ്റെയും LCM കാണുമ്പോൾ 15 എന്ന് കിട്ടും. അപ്പോൾ 15 എന്നുള്ള പുതിയ എന്ത് കിട്ടും, ഒരു ഡിനോമിനേറ്റർ കിട്ടും. അപ്പോൾ 5നെ 3 കൊണ്ട് ഗുണിച്ചാലാണ് 15 ആവുക. അപ്പോൾ 7നെ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, 3 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 7 × 3 21 ആവും, 5 × 3 15 ആവും. അപ്പോൾ 21/15 എന്ന് കിട്ടും. അതേപോലെ തന്നെ ഇവിടെ 3നെ 5 കൊണ്ട് ഗുണിച്ചാലാണ് 15 ആവുക. അപ്പോൾ 3 എന്ത് ചെയ്യുക, 5 കൊണ്ട് ഗുണിക്കാം. അപ്പം നിങ്ങൾക്ക് 15 എന്ന് കിട്ടും. ഇവിടെ 5നെയും എന്ത് ചെയ്യുക, 5 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 25 എന്ന് കിട്ടും. അപ്പോൾ 25/15 എന്നുള്ള പുതിയൊരു ഡിനോമിനേറ്റർ കിട്ടും, അതിൽ പുതിയൊരു ഫ്രാക്ഷൻ കിട്ടും. ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ 25/15 കിട്ടും, ഇവിടെ 21/15 കിട്ടും. 21/15 ആണോ 25/15 ആണോ വലുത്, 25/15 ആണല്ലേ വലുത്. ഓക്കെ, അതുകൊണ്ട് തന്നെ 5/3 ആയിരിക്കും വലിയ സംഖ്യ. ഓക്കെ, വലിയ ഫ്രാക്ഷൻ. പോസിറ്റീവിൻ്റെ കേസിൽ വി ഗെറ്റ് 7/5 ഈസ് ലെസ് ദാൻ 5/3. അതായത് 5/3 ചെറിയ സംഖ്യയാണ് 5/7 എന്നർത്ഥം. ചുരുക്കി പറഞ്ഞാൽ 5/3 ആണ് വലിയ സംഖ്യ എന്നർത്ഥം. ഓക്കെ, ഇങ്ങോട്ട് നിങ്ങളിത് കൺക്ലൂഡ് ചെയ്യണം. എങ്ങനെ, ഇവിടെ മൈനസ് ഉണ്ട്, ഇവിടെയും മൈനസ് ഉണ്ട്. എങ്ങനെ, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അതായിരിക്കും നെഗറ്റീവ് റാഷൻ നമ്മൾ വരിക നമ്മൾ പറഞ്ഞു അല്ലേ. ഇവിടെ ഇപ്പം ഈ സംഖ്യയാണ് ചെറുത്, ഈ സംഖ്യയാണ് വലുത് നമ്മൾ പറഞ്ഞു. ഇവിടെ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ആക്കാം. എന്ന് വെച്ചാൽ ഇത് വലുതും ഇത് ചെറുതുമാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, -7/5 ഈസ് ഗ്രേറ്റർ ദാൻ -5/3 എന്ന് നിങ്ങൾ കൺക്ലൂഡ് ചെയ്യണം. ഓക്കെ, അതായത് ആ പോസിറ്റീവ് റാഷൻ നമ്പേഴ്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ നെഗറ്റീവ് റാഷൻ നമ്പേഴ്സിൽ വരിക എന്നർത്ഥം. അപ്പോൾ ഇങ്ങനെ ഒരു സിമ്പിൾ മെത്തേഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഒരു നെഗറ്റീവ് റാഷൻ നമ്പർ കിട്ടുകയാണെങ്കിൽ അതിനെ കമ്പയർ ചെയ്യാൻ കഴിയുമെന്ന് ആണ് ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി ഇതേപോലത്തെ ടേക്ക് 5 more such pairs ആൻഡ് കമ്പയർ ദം. ഇതേപോലത്തെ 5 ഡിഫറെൻറ്റ് പേഴ്സ് കണ്ടെത്താം. ഓക്കെ, നെഗറ്റീവ് റാഷൻ നമ്പേഴ്സിൻ്റെ പേഴ്സ് കണ്ടെത്തുക. എന്നിട്ട് നിങ്ങളുടെ ഇഷ്ടമുള്ള നമ്പേഴ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. എന്നിട്ട് എന്താ ഇവിടെ പറഞ്ഞൊന്നാവരുത്. എന്നിട്ട് അതിലേതാണ് വലുത് ഏതാണ് ചെറുത് നിങ്ങൾ എഴുതി വരിക കേട്ടോ. മറക്കരുത്, നമ്പർ ലൈനിലൊന്നും രേഖപ്പെടുത്തണം എന്നുള്ളത് അത് നിങ്ങളിങ്ങനെ രേഖപ്പെടുത്തിയാൽ മതി. അതിന് നേരെ പോസിറ്റീവ് റാഷൻ നമ്പർ ആകുമ്പം എന്താണ് വലുത്, അപ്പോൾ അതിൻ്റെ നേരെ റിവേഴ്സ് ഓർഡർ ആയിരിക്കും എന്ത്, നെഗറ്റീവ് റാഷൻ നമ്പേഴ്സിൽ ഉണ്ടാവും അല്ലേ. അപ്പം ഇതേപോലെ ഈ ഒരു ലൈനിൽ കൊടുത്ത് അതേപോലെ നിങ്ങൾ എഴുതിയാൽ മതി. ഈ 2 ലൈനിൽ ഫോർ എക്സാമ്പിൾ ടു കമ്പയർ ഇത് കമ്പയർ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഇത് കമ്പയർ ചെയ്യണം, പിന്നെ അപ്പം നമുക്ക് ഇത് കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ കൺക്ലൂഡ് ചെയ്യും, നിങ്ങൾ എഴുതിയാൽ മതി. അങ്ങനെ 5 ഉദാഹരണം. ഓക്കെ, മറക്കരുത്. ഇനി അതുപോലെ വേറെ ചോദ്യം ചോദിക്കുന്നുണ്ട്, വിച്ച് ഈസ് ഗ്രേറ്റർ, -3/8 ആണോ -2/7 ആണോ -4/3 ആണോ -3/2 ആണോ, ഇതിലൊക്കെ ഏതാണ് വലുതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതും നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതി വരണം. ഇതൊക്കെ എഴുതി വരണം എന്ന് പറഞ്ഞാൽ മക്കളെ നിങ്ങൾ എന്തായാലും എഴുതി വരണം കേട്ടോ. എഴുതി നിങ്ങൾ പ്രാക്ടീസ് ആയാലാണ് നിങ്ങൾക്ക് ഇത് കൂടുതലായിട്ട് മനസ്സിലാവുള്ളൂ. ഇനി അഥവാ എഴുതുമ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കും വേണം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒന്നും കൂടി ഉഷാറായിട്ട് മനസ്സിലാവും. ഓക്കെ, മറ്റേത് ആ കൺഫ്യൂഷൻ എന്നും അവിടെ കൺഫ്യൂഷനായിട്ട് നിലനിൽക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് പ്രാക്ടീസ് ചെയ്യണമെന്ന് ഞാൻ എന്ത് ചെയ്ത് പ്രത്യേകം പറഞ്ഞത് കേട്ടോ. എന്നാലാണ് ഇത് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. മറ്റേ പരീക്ഷയ്ക്ക് ഇതിലൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ആകെ എന്ത് ചെയ്യാൻ കൺഫ്യൂസ് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് മാർക്ക് കുറയാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നോക്കാം. അപ്പോൾ ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയ എന്താണ്, 2 പോസിറ്റീവ് റാഷൻ നമ്പർ കിട്ടി നമുക്ക് എങ്ങനെ കമ്പയർ ചെയ്യാം. ഓക്കെ, അതിൽ ന്യൂമറേറ്റർ ഏതാണ് വലുത് നോക്കിയാൽ മതി അല്ലേ. ഡിനോമിനേറ്റർ സെയിം ആക്കിയതിന് ശേഷം ന്യൂമറേറ്ററിനെ വലുത് നോക്കി നിങ്ങൾക്ക് എന്തെങ്കിലും കഴിയും, അതിൽ ഏതാണ് വലുതെന്ന് കണ്ടെത്താൻ കഴിയും. ഇനി ഇതുപോലെ എന്ത് ചെയ്തു, 2 നെഗറ്റീവ് റാഷൻ നമ്പർ തന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഡിനോമിനേറ്റർ സെയിം ആക്കുക, എന്നിട്ട് ന്യൂമറേറ്റർ ഏതാണ് ചെറുത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും കഴിയും, ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്ന് കിട്ടും. ഓക്കെ, അതല്ലെങ്കിൽ മറ്റേ മെത്തേഡ് യൂസ് ചെയ്താൽ മതി കേട്ടോ. അതായത് നമ്മൾ നേരെ പോസിറ്റീവ് റാഷൻ നമ്പേഴ്സിൻ്റെ നേരെ ഓപ്പോസിറ്റ്
അല്ലേ? അതിന് നേരെ റിവേഴ്സ് ഓർഡർ ആക്കിയാലും മതി. അവിടെ വലുതുള്ള ഇവിടെ ചെറുതാവുന്ന നിലക്ക് ചിന്തിച്ചാലും മതി. ഇനി ഞാൻ ചോദിക്കട്ടെ, ഒരു നെഗറ്റീവ് റാഷണൽ നമ്പറും നിന്ന് ഒരു പോസിറ്റീവ് റാഷണൽ നമ്പറും നിന്ന്, അപ്പോൾ ഏതായിരിക്കും വലുത്? ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, ഒരു നെഗറ്റീവ് ഇൻറ്റീരിയറും തന്നു ഒരു പോസിറ്റീവ് ഇൻറ്റീരിയറും തന്നു, ഏതാണ് വലുത്? അതിന് കമ്പയർ ചെയ്യില്ല. എങ്ങനെ? -1 ആണോ 10 ആണോ വലുത്? അല്ലെങ്കിൽ -10 ആണോ 1 ആണോ വലുത്? 1 ആണ് വലുത്. കാരണം അത് പോസിറ്റീവാണ്. പോസിറ്റീവ് ഇൻറ്റീരിയർ എന്തായാലും 0യുടെ വലത് ഭാഗത്താണ് വരിക, മറ്റേ 0യുടെ ഇടത് ഭാഗത്താണ് വരിക. അപ്പം ഏറ്റവും വലത് ഭാഗത്തുള്ള സംഖ്യയാണ് എന്ത് ചെയ്ത് നമ്പർ ലൈനിൽ എഴുതുമ്പോൾ വലത് ഭാഗത്തുള്ള സംഖ്യയാണ് വലിയ സംഖ്യ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നെഗറ്റീവ് ഇൻറ്റീരിയർ ഒക്കെ അതിനേക്കാളൊക്കെ വലുതാണ് എന്ത് ഏതൊരു പോസിറ്റീവ് ഇൻറ്റീരിയറും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ആണോ എന്നാൽ അതാണ് വലുത്, നെഗറ്റീവ് ആണോ അത് ചെറുതായിരിക്കും. ഓക്കെ, നെഗറ്റീവും പോസിറ്റീവും വെച്ച് നോക്കുമ്പോൾ കേട്ടോ. അപ്പോൾ അതേ കേസിനെയാണ് റാഷണൽ നമ്പേഴ്സിൻ്റെ കേസിലും. കമ്പാരിസൺ ഓഫ് എ നെഗറ്റീവ് ആൻഡ് എ പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ് ഈസ് ഒബ്വിയസ്. അത് നമുക്ക് വളരെ സ്പഷ്ടമാണ്. ഒരു നെഗറ്റീവ് റാഷണൽ നമ്പറും ഒരു പോസിറ്റീവ് റാഷണൽ നമ്പറും നിൽക്കുകയാണെങ്കിൽ എ നെഗറ്റീവ് റാഷണൽ നമ്പർ ഈസ് ടു ദി ലെഫ്റ്റ് ഓഫ് 0, 0യുടെ ഇടത് ഭാഗത്തായിരിക്കും നെഗറ്റീവ് റാഷണൽ നമ്പർ എഴുതുക. വേറാസ് എ പോസിറ്റീവ് റാഷണൽ നമ്പർ ഈസ് ടു ദി റൈറ്റ് ഓഫ് 0, 0യുടെ വലത് ഭാഗത്തായിരിക്കും ഒരു പോസിറ്റീവ് റാഷണൽ നമ്പർ എഴുതുക, അല്ലേ? ഓൺ എ നമ്പർ ലൈൻ, ഒരു നമ്പർ ലൈനിൽ. സോ എ നെഗറ്റീവ് റാഷണൽ നമ്പർ വിൽ ഓൾവേസ് ബി ലെസ് ദാൻ എ പോസിറ്റീവ് റാഷണൽ നമ്പർ. അതുകൊണ്ട് തന്നെ ഒരു നെഗറ്റീവ് റാഷണൽ നമ്പർ എന്തായാലും ഒരു പോസിറ്റീവ് റാഷണൽ നമ്പറിനേക്കാളും ചെറിയ സംഖ്യ ആയിരിക്കും ആവുക. ഓക്കെ, അപ്പം ദസ് ഇവിടെ ശരിക്കും -2/7 ഉണ്ട് കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കണേ. ഇവിടെ മൈനസ് ഉണ്ട്, അത് നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്, നിങ്ങളുടെ PDF-ലില്ല. അപ്പം -2/7 ഈസ് ലെസ് ദാൻ 1/2. 1/2നേക്കാളും ചെറിയ സംഖ്യ ആയിരിക്കും -2/7. കാരണം ഒന്ന് മൈനസാണ്, മറ്റേ പോസിറ്റീവാണ്, അതിന് കാരണം. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം, -3/-5, അതേപോലെ തന്നെ -2/-7. ഓക്കെ, ഇതിൽ ഏതാണ് എന്ത് വലിയ സംഖ്യ, ഏതാണ് ചെറിയ സംഖ്യ നിങ്ങൾ കമ്പയർ ചെയ്യണം. എന്താ കാട്ടുക? ഇപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ പറഞ്ഞത് എന്താണ്, ന്യൂമറേറ്റർ മൈനസ് വരുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കമ്പാരിസൺ എന്ന് പറഞ്ഞത്, അല്ലേ? ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിനോമിനേറ്ററും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, മൈനസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? പേടിക്കൊന്നും വേണ്ട, നിങ്ങൾ സിമ്പിളായിട്ട് എന്ത് ചെയ്യുക, അതിന് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കാം. സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കാൻ എങ്ങനെയായിരുന്നു? ഡിനോമിനേറ്ററിൽ മൈനസ് നിൽക്കുകയാണെങ്കിൽ അതിനെങ്ങനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കാം? അതായത് HCF കാണുക, എന്നിട്ട് HCFനെ മൈനസ്, അല്ലേ? അത് നേരെ അതിനോട് എന്ത് ചെയ്താൽ മതി, ഹരിച്ചാൽ മതി, അല്ലേ? എന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കറക്റ്റായിട്ട് അതിനെന്ത് ചെയ്യാം, സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കാൻ കഴിയും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ എന്ത് ചെയ്യാം, 3ഉം 5 നോക്കുമ്പോൾ HCF ഏതാണ്, 1 തന്നെയാണ്. 2ഉം 7ഉം HCF ഏതന്നെയാണ്, 1 തന്നെയാണ്. അപ്പോൾ -1നെ 2 കൊണ്ടും ഹരിച്ചാൽ മതി, ഇതിനെന്ത് ചെയ്യാൻ കഴിയും, സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കാൻ കഴിയും. ഓക്കെ, -3 ഹരിക്കണം -1 എത്ര 3, അല്ലേ? -5 ഹരിക്കണം -1 എത്ര 5. അപ്പോൾ 3/5 -3/-5 എന്നുള്ള എന്തായിരിക്കും, 3/5 എന്നുള്ള ഒരു റാഷണൽ നമ്പറായിട്ട് നിങ്ങൾക്ക് മാറും, അത് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കുമ്പോൾ, അല്ലേ? നമ്മൾ നേരത്തെ കുറച്ച് മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട് -3/5, അല്ലേ? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും രണ്ടും നെഗറ്റീവ് സൈൻ വന്നിക്കുകയാണെങ്കിൽ, രണ്ട് നെഗറ്റീവ് സൈൻ വന്നിക്കുകയാണെങ്കിൽ, രണ്ട് നെഗറ്റീവ് ഇൻറ്റീരിയർ വന്നിക്കുകയാണെങ്കിൽ എന്തായിരിക്കും, അത് എന്തായാലും പോസിറ്റീവ് ഇൻറ്റീരിയർ ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പോസിറ്റീവ് റാഷണൽ നമ്പർ നെഗറ്റീവ് റാഷണൽ നമ്പർ പറഞ്ഞാൽ അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതെന്തായിരിക്കും, -3/-5 എന്നുള്ള എന്തായിരിക്കും, 3/5 എന്നായിരിക്കും വരിക. ഓക്കെ, കാരണം -3/5 എന്ന് പറഞ്ഞിട്ടാണെങ്കിലും -3 ഡിവൈഡ് ബൈ -5 എന്ന് പറഞ്ഞിട്ടാണെങ്കിലും 3 ഹരിക്കണം 5 എന്ന് പറഞ്ഞിട്ടാണെങ്കിലും സെയിം ആൻസറാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇതിനെയും -1 കൊണ്ട് ഹരിക്കുക, ഇതിനെയും -1 കൊണ്ട് ഹരിക്കാം. -2 ഹരിക്കണം -1 എത്ര 2. -7 ഹരിക്കണം -1 =7. അപ്പോൾ ഇത് 2/7 എന്നായിരിക്കും. എന്നിട്ട് സാധാ പോലെ എന്ത് ചെയ്യുക, 3/5ഉം 2/7ഉം സാധാ പോലെ എന്ത് ചെയ്യുക, നിങ്ങൾ അതിന് കമ്പാരിസൺ നടത്താം. ഓക്കെ, അത് സിമ്പിളാണല്ലോ, അല്ലേ? ഇതിനെ A കൊണ്ട് ഗുണിക്കുക, ഇതിനെ 5 കൊണ്ട് ഗുണിക്കുക, ഇതിന് രണ്ടിന് ഈ ഡിനോമിനേറ്റർ രണ്ടിനും എന്ത് ചെയ്യാം, ഇതിൻ്റെ LCM കണ്ടാൽ 35 കിട്ടും. ഓക്കെ, അപ്പം അങ്ങനെ നോക്കിയാൽ മതിയല്ലോ, അല്ലേ? ഇതിനെ A കൊണ്ട് ഗുണിക്കുക, ഇതിനെ 5 കൊണ്ട് ഗുണിക്കാം. അതേപോലെ തന്നെ ഇതിനെ A കൊണ്ട് ഗുണിക്കുക, ഇതിനെയും 5 കൊണ്ട് ഗുണിക്കാം. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും, 21/35 കിട്ടും. ഇവിടെ 14/35 കിട്ടും. അപ്പം 21/35ഉം 14/35 നോക്കുമ്പോൾ 25/35 ആയിരിക്കും എന്ത് വലിയ സംഖ്യ, അല്ലേ? ഓക്കെ, അപ്പം 25/35 ആയിരിക്കും, അതായത് ഇതായിരിക്കും വലിയ സംഖ്യ എന്നർത്ഥം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ കൂടി ഉണ്ട്, അതും കൂടി പറഞ്ഞാൽ നമുക്ക് വേഗം അവസാനിപ്പിക്കാം കേട്ടോ. എക്സാമ്പിൾ 3, ഡു 4 -9 ആൻഡ് -16/36 റെപ്രസെൻറ്റ് ദ സെയിം റാഷണൽ നമ്പർ. ഇത് രണ്ടും ഒരേ റാഷണൽ നമ്പർ തന്നെയാണോ എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്, ഇക്വലൻ്റ് റാഷണൽ നമ്പർ എന്നൊരു സംഭവം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അല്ലേ? ഇത് മറ്റേതിനോട് ഈക്വലാണെന്ന് നോക്കാൻ അതിങ്ങനെ ഗുണിച്ച് നോക്കിയാൽ മറ്റായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, അങ്ങനത്തെ വിഷയങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നമ്മൾ എന്ത് ചെയ്യാം, രണ്ടിനെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കുകയും ഹരിക്കുകയും ചെയ്യുമ്പോൾ മറ്റേ സംഖ്യ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, കിട്ടുന്നുണ്ടെങ്കിൽ ഇക്വലൻ്റ് റാഷണൽ നമ്പറാണ്. അപ്പോൾ അത് സെയിമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇത് രണ്ടും സെയിമാണ് നമുക്ക് മനസ്സിലാവും. കാരണം എന്താ അറിയോ, ഇവിടെ ഇവിടെ മൈനസ് ഉണ്ട് കേട്ടോ, 4/-9. അത് നിങ്ങൾ എന്ത് ചെയ്യുക, 4നെ നിങ്ങൾ എന്ത് ചെയ്യുക, -4 കൊണ്ട് ഗുണിച്ച് നോക്കും. അതുപോലെ -9നെ -4 കൊണ്ട് ഗുണിച്ച് നോക്കും. അപ്പം എന്ത് കിട്ടും, 4നെ -4 കൊണ്ട് ഗുണിച്ചാൽ -16 എന്ന് കിട്ടും. -9നെ -4 കൊണ്ട് ഗുണിച്ചാൽ -36 എന്ന് കിട്ടും. ഇവിടെയൊക്കെ ഈ -9നെ -4 കൊണ്ട് ഗുണിച്ചാൽ 36 എന്ന് കിട്ടും. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെയൊക്കെ
മൈനസ് മിസ്സായിട്ടുണ്ട് കേട്ടോ ഈ PDF ന്ന്. അപ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ -16/36 കിട്ടും. എങ്ങനെ 4/-9 നിങ്ങൾ എന്ത് ചെയ്തു, രണ്ടിനെയും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും -4 കൊണ്ട് ഗുണിച്ചാൽ -16/36 കിട്ടും. അതേപോലെ തന്നെ -16/36 നിങ്ങൾ എന്ത് ചെയ്തു, 4 കൊണ്ട് -4 കൊണ്ട് നിങ്ങൾ ഹരിച്ചിക്കാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇവിടെ 4 എന്നും കിട്ടും, ഇവിടെ എന്ത് കിട്ടും, -9 എന്നും കിട്ടും അല്ലേ. 16 ഹരിക്കണം -4 എന്നിക്കാണെങ്കിൽ -16 ഹരിക്കണം -4 എന്നിക്കാണെങ്കിൽ 4 എന്ന് ആൻസർ കിട്ടും. 36 ഹരിക്കണം -4 എന്നിക്കാണെങ്കിൽ -9 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്തെന്ന് മനസ്സിലായി? 4/-9ഉം -16/36 രണ്ടും സെയിം ആണെന്ന് മനസ്സിലായി. ഓക്കെ, രണ്ടും ഇക്വാലി റാഷണൽ നമ്പർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത് അടുത്ത ക്ലാസ്സിന് ഉഷാറായിട്ട് പഠിച്ചു വരിക. എന്നാലാണ് നമുക്ക് അടുത്ത ക്ലാസ്സിന് എടുക്കാനുള്ള ഭാഗം റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 2 റാഷണൽ നമ്പേഴ്സ്, 2 റാഷണൽ നമ്പേഴ്സിന് ഇടയിലുള്ള മറ്റൊരു റാഷണൽ നമ്പർ കണ്ടെത്താനുള്ള ആ മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യുള്ളൂ, മനസ്സിലാവുള്ളൂ. അപ്പോൾ ഉഷാറായിട്ട് പഠിച്ചു വരാം കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.